എന്തു നല്ലോർ സഖീശു പാപദുഃഖം വഹിക്കും. എല്ലാം യേശുവോടു ചെന്ന് ചൊല്ലിടുമ്പോൾ താൻ കേൾക്കും. നൊമ്പരം ഏറെ സഹിച്ചു സമാധാനങ്ങൾ നഷ്ടം. എല്ലാം യേശുവോടു ചെന്ന് ചൊല്ലിടായ നിമിത്തം. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ സ്നേഹ വന്ദനം. ഇയ്യോബിന്റെ പുസ്തകം 42-ാം അധ്യായം 16-17 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ആ വാക്യത്തിനുള്ളിൽ അർപ്പിക്കുന്ന മറ്റൊരു ആഴമായ ചിന്ത, ഭക്തന്റെ ജീവിതത്തിൽ താൻ അനുഭവിക്കേണ്ടതായ നന്മകളും അനുഗ്രഹങ്ങളും ഉയർച്ചകളും അതിൻ്റേതാകുന്ന വഴികളുമൊക്കെ അനുഭവിപ്പാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ആ മണ്ഡലത്തിൽ എത്തിക്കില്ല എന്ന് പറഞ്ഞ് വഴിമധ്യത്തിൽ നിന്നെ ഒടുക്കിക്കളയുമെന്നും നിന്നെ ഇല്ലാതെയാക്കിക്കളയുമെന്നും വാദിക്കുന്ന വാദഗതികളുടെയും അതിൻ്റെ ശക്തിയുടെയും നടുവിൽ നിന്ന് നിങ്ങളെ വിടുവിച്ച് നമ്മെ അത്യുന്നതനായ ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൻ്റെ പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുവരികയും നഷ്ടങ്ങളുടെയും വേദനകളുടെയും നിന്ദകളുടെയും പഴികളുടെയും പരിഹാസങ്ങളുടെയും അപമാനങ്ങളുടെയും നടുവിൽ ക്ഷീണിച്ചും തളർന്നും പോകാതെ അത്യുന്നതനായ ദൈവത്തിൻ്റെ കരുതലുകളും സ്നേഹവും ആശ്വാസവും കൂടെ ഇരുന്ന് അനുഗ്രഹിച്ച് നമ്മെ വീണ്ടും അധികമായി അനുഗ്രഹിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ തല ഉയർത്തി ശ്രേഷ്ഠതയോടെ നിൽപ്പാൻ കഴിയുന്ന ഒരു പശ്ചാത്തലത്തിലേക്ക് എത്തിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് ഈ വചനം നമ്മെ ആഴമായി ഓർപ്പിക്കുന്നുണ്ട്. ദൈവത്തിന്റെ തിരുവചനം ഉടനീളം നാം പരിശോധിച്ചു നോക്കുമ്പോൾ ദൈവത്തിനു വേണ്ടി നിന്നിട്ടുള്ള ഭക്തന്മാരുടെയൊക്കെ ജീവിതത്തിൽ അവരുടെ വാഗ്ദത്ത നിവൃത്തിയിലേക്കോ അവരെക്കുറിച്ചുള്ള ദൈവത്തിന്റെ നിയോഗത്തിലോ അവരെ എത്തിക്കില്ലെന്ന് പറഞ്ഞ് അവർക്ക് എതിർപ്പെട്ടു വന്ന എല്ലാ ഇരുളിന്റെ ശക്തികളിൽ നിന്നും ദൈവം അവരെ വിടുവിച്ച് ദൈവം അവരെ മാനിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഒരു ദാവീദിനെ നാം പരിശോധിച്ചു നോക്കുമ്പോൾ, പ്രവാചക ശ്രേഷ്ഠന്മാരായ ആളുകളെ പരിശോധിച്ചു നോക്കുമ്പോൾ ഒക്കെ അവരുടെ ജീവിതത്തിനകത്ത് അവർ ചെയ്തു തീർക്കേണ്ട ശുശ്രൂഷകളും അവർ ചെന്നെത്തേണ്ടുന്ന മണ്ഡലങ്ങളിലും അവർ ചെന്നെത്താൻ കഴിയാത്ത നിലകളിൽ അവർക്കെതിരെ ശത്രുവായവൻ തലപൊക്കി എഴുന്നേറ്റിട്ടുണ്ട്. ഒരു ഭക്തനായ ദാവീദിന് വിരോധമായി ഒരു ശൗൽ കൂട്ടുകെട്ടുണ്ടാക്കുകയും ആ നിലകളിൽ തന്റെ വാഗ്ദത്ത നിവൃത്തിയിൽ തന്നെ എത്തിക്കില്ലെന്ന് വാദിച്ചെങ്കിലും ദൈവം ദാവീദിനെക്കുറിച്ച് ആഗ്രഹിച്ച ആ തുറകളിൽ ആ മണ്ഡലത്തിൽ ദൈവം ദാവീദിനെ എത്തിക്കുവാൻ ഇടയായി തീർന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഒരു ഏലിയാവിന് വിരോധമായി എഴുന്നേറ്റ് നിൽക്കുന്നതായ ആഹാബിനെ നാം നോക്കുക, ഇസബേലിനെ നോക്കുക. അവരുടെ നടുവിൽ നിന്ന് അത്യുന്നതനായ ദൈവത്തിന്റെ ദാസനായ ഏലിയാവിനെ ദൈവം വാഗ്ദത്ത നിവൃത്തി വരെ എത്തിപ്പാൻ ഇടയായി തീർന്നു എന്ന് തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പൗലോസ് ശുശ്രൂഷയിൽ നിന്ന് പൗലോസിനെ പറിച്ചെറിഞ്ഞു കളയുമെന്ന് പറഞ്ഞ് വേണ്ടുന്ന നിലയ്ക്കപ്പുറത്തുള്ള അപമാനങ്ങളും നിന്ദകളും പഴികളും പരിഹാസങ്ങളും തന്റെ മേൽ ചൊരിഞ്ഞ് തന്നെ വിവിധ നിലകളിൽ ശാരീരിക മാനസിക നിലകളിലൊക്കെ പീഡിപ്പിച്ചുവെങ്കിലും തന്നെക്കുറിച്ചുള്ള വാഗ്ദത്ത നിവൃത്തിയിലേക്ക് ദൈവം തന്നെ എത്തിപ്പാനിടയായി തീർന്നിട്ടുണ്ടെന്ന് ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. നമ്മുടെ അരുമനാഥനും വീണ്ടെടുപ്പുകാരനുമായ കർത്താവായ യേശുക്രിസ്തുവിനെ നാം ഒന്ന് നോക്കുക. ആ വാഗ്ദത്ത നിവൃത്തിയിലേക്ക് മാനവകുലത്തിലെ പാപത്തിന്റെ ആഴങ്ങളിൽ കിടക്കുന്ന മനുഷ്യന്റെ പാപത്തിന്റെ പ്രായശ്ചിത്തത്തിനു വേണ്ടി
ചെയ്തു തീർക്കേണ്ടതായ കർത്തവ്യങ്ങൾ, കർമ്മങ്ങൾ ചെയ്തു തീർക്കുവാൻ പരിശ്രമിക്കുമ്പോൾ അതിന്റെ പൂർത്തീകരണത്തിൽ എത്തിപ്പെടാൻ കഴിയാത്ത തലങ്ങളിൽ ശത്രുവായവൻ അമ്പുകൾ എയ്തെങ്കിലും പിതാവായ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം വാഗ്ദത്ത നിവൃത്തിയിലേക്ക് എന്ന നിലയിൽ പാപത്തിൽ പിറന്ന മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി ഗോൽഗോത്തായിൽ 2 കള്ളന്മാരുടെ നടുവിൽ യേശു കർത്താവ് സ്വയം ബലിയായി തീരുവാൻ, യാഗമായി തീരുവാൻ ഇടയായി തീർന്നു. അത് ദൈവത്തിന്റെ വാഗ്ദത്തത്തിന് പൂർത്തീകരണത്തിൽ എത്തിച്ചു എന്നതാണ്. ഈ വാക്യവും അത് തന്നെയാണ് പറയുന്നത്. ആയുസിന്റെ മധ്യത്തിൽ ഒടുക്കിക്കളയുമെന്നും ഇല്ലായ്മ ചെയ്തു കളയുമെന്നും വിശ്വാസ പോർക്കളത്തിൽ നശിപ്പിച്ചു കളയുമെന്നും പറഞ്ഞ ശത്രുവിന്റെ മുമ്പിൽ ഭക്തനായ ഇയ്യോബിനെ നിലനിർത്തി തന്റെ ആയുസ് ദീർഘമാക്കി കൊടുത്ത് മക്കളെയും മക്കളുടെ മക്കളെയും 4ാം തലമുറ വരെ കാണുവാൻ കൃപ കൊടുത്ത ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ശത്രുവായവൻ അമ്പെയ്ത് നിങ്ങളുടെ വാഗ്ദത്ത നിവൃത്തിയിലേക്കും നിങ്ങൾ അനുഭവിക്കേണ്ട സന്തോഷത്തിലേക്കും സമൃദ്ധിയിലേക്കും ദീർഘായുസിലേക്കും നിങ്ങളെ എത്തിക്കില്ലെന്ന് വാദിക്കുന്നവരുടെ നടുവിൽ നിന്ന് നിങ്ങളെ രക്ഷിച്ച് നിങ്ങൾ എത്തേണ്ടിടത്ത് എത്തിക്കുന്ന സർവശക്തന്റെ കരങ്ങളിൽ നമുക്ക് പിടിക്കാം. ആ ദൈവത്തിന്റെ കരുണ അനുഭവിക്കാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, ഞങ്ങളെക്കുറിച്ചുള്ള ഞങ്ങളുടെ ആലോചന പ്രകാരം ഞങ്ങൾ എത്തിച്ചേരുവോളം അങ്ങയുടെ സന്നിധിയിൽ നിലനിൽപ്പാൻ, താണിരിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. കൃപ കൊണ്ട് ഞങ്ങളെ കാക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ.